വെരി ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ വലിയൊരു തലവേദനയായി കാണുന്ന ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നോക്കൂ. തീർച്ചയായിട്ടും നമുക്കറിയാം, മൊബൈൽ ഫോൺ എന്നുള്ളത് നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത അത്യന്താപേക്ഷിതമായ ഒന്ന് തന്നെയാണ്. നമ്മുടെ മക്കളോട് ഒട്ടും മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ശുദ്ധ മണ്ടത്തരമാണെന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കാരണം ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ടെക്നോളജിയുടെയും യുഗത്തിൽ അവർക്ക് കുറച്ചെങ്കിലും ടെക്നോളജി യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രമേ ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ഈ അടുത്തിടെ നമ്മുടെ ആപ്പിളിന്റെ സിഇഒ ടിം കുക്കിന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കോട്ടുണ്ട്: വി മെയ്ഡ് മൊബൈൽ ഫോൺ നോട്ട് ടു യൂസ് ഓൾ ദ ടൈം ബട്ട് ടു മേക്ക് യുവർ ലൈഫ് ബെറ്റർ. അതായത്, ഞങ്ങൾ നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടാക്കി തന്നിട്ടുള്ളത് എല്ലാ സമയവും യൂസ് ചെയ്യാനുള്ളതല്ല, പകരം നിങ്ങളുടെ ലൈഫ് വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ പറയുന്ന കുറച്ച് പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം. അതായത്, നമ്മുടെ മൊബൈലിന്റെ അമിത ഉപയോഗം കാരണം കൊണ്ട് നമ്മൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതായത്, നമുക്കറിയാം, അറ്റൻഷൻ ഡിസോർഡർ വരാറുണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി ടൈം, വർക്കിംഗ് ടൈം എല്ലാം നമുക്ക് കുറയാറുണ്ട്. നമ്മുടെ ടാസ്ക് ഒന്നും കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ മേജർ പ്രോബ്ലം. ആൻഡ് സെക്കൻഡ് വൺ എന്നുള്ളത് സ്ക്രീൻ ടൈം റൂൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്ക്രീൻ ടൈം റൂൾസ് ഇൻ ദ സെൻസ്, ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ മാത്രം ഞാൻ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ആൻഡ് കൈൻഡ്ലി നോട്ട് ദാറ്റ് ഈ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നെയോ അല്ലാതിരിക്കുക. അതേപോലെ തന്നെ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടൈം ലാഗ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു അലാം സെറ്റ് ചെയ്യുക. അലാം റിങ് ചെയ്യുന്ന ഉടനെ തന്നെ നമ്മൾ അത് ഓഫ് ചെയ്തുകൊണ്ട് മറ്റുള്ള ടാസ്കിലേക്ക് നമ്മൾ കടക്കാൻ ശ്രമിക്കുക. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഒരു മൊബൈൽ ഫ്രീ സോൺ ഉണ്ടാക്കുക നിങ്ങളുടെ വീട്ടിൽ. അതായത്, ഡൈനിങ് റൂം, ബെഡ്റൂം, സ്റ്റഡി സ്പേസ്, അവിടെയൊന്നും ഒരിക്കലും മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു സ്ട്രിക്റ്റ് റൂൾ ആയിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. മൊബൈൽ ഒരുപാട് കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് അത് മാറ്റിവെക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മൊബൈൽ മറ്റൊരു സംഭവം കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിയായിട്ടുള്ള കാര്യം. അതായത്, കുട്ടികളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ മൊബൈൽ മാറ്റി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അവർക്ക് ഫുട്ബോളോ ക്രിക്കറ്റോ അത്തരത്തിലുള്ള ഔട്ട്ഡോർ ഗെയിംസിലോ എൻഗേജ് ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ വലിയവരാണെന്നുണ്ടെങ്കിൽ റീഡിങ്സിലേക്കോ അല്ലെങ്കിൽ വളരെ ഹെൽത്തി ഹാബിറ്റ്സ് ആയിട്ടുള്ള ജിം, എക്സസൈസ് അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്ന സമയത്ത് അവരതെല്ലാം കറക്റ്റ് ആയിട്ട് അനുസരിച്ച് പോകുന്നുണ്ടെങ്കിൽ, സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്തിരിക്കുക. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ മക്കളോട് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഇത് വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾ ഫാമിലിയിൽ തന്നെ നമുക്ക് ഈ മൊബൈൽ അഡിക്ഷൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ്. Hope you like this video. Like and share my channel. Thank you so much.